आज हम नीलेश रघुवंशी की ഹണ്ട നാമ കവിത പഠേങ്കെ. ഇന്ന് നമ്മൾ രഘുവംശിയുടെ ഹണ്ട എന്ന് പറഞ്ഞ കവിതയാണ് പഠിക്കാൻ പോകുന്നത്. नीलेश रघुवंशी സമകാലീൻ ഹിന്ദി സാഹിത്യ की പ്രതിഷ്ഠിത് കവയിത്രി है. നീലേഷ് രഘുവംശി അറ്റ് പ്രസൻറ്റിലുള്ള ഇന്നത്തെ കാലത്തിലുള്ള ഏറ്റവും പ്രസിദ്ധി ആർജിച്ച ഒരു കവയിത്രിയാണ്. उनका जन्म सन 1969 को मध्य प्रदेश में हुआ. അവരുടെ ജനനം 1969 മധ്യപ്രദേശിലായിരുന്നു. वे हमारे आसपास के दैनिक जीवन से जुड़े हुए कार्यकलापों और समस्याओं को अपनी कविता में प्रस्तुत करती हैं. അവർ നമ്മുടെ ചുറ്റുപാടുമുള്ള ഡെയിലി ലൈഫിൽ കാണുന്ന ദൈനിക ജീവൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ലൈഫിലുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളെയും സമസ്യകളെയും പ്രോബ്ലംസിനെയുമാണ് തൻ്റെ കവിതയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. उनके 3 काव्य संग्रह प्रकाशित हुए हैं. घर निकासी, पानी का स्वाद और अंतिम पंक्ति में. അവരുടെ 3 കവിതാ സമാഹാരങ്ങളാണുള്ളത്. घर निकासी, पानी का स्वाद और अंतिम पंक्ति में. हंडा उनकी महत्वपूर्ण कविता है. इसमें वे हंडे को स्त्री का प्रतीक मानकर उसकी प्रतीक्षाओं और दुस्थिति का यथार्थ चित्रण करती है. ഹണ്ട എന്ന് പറഞ്ഞാൽ ചെമ്പ് പാത്രം എന്നാണ്. നമ്മൾ വേറെ മൺപാത്രം, മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രത്തിന് മൺപാത്രം എന്ന് പറയുന്നല്ലോ, മൺകലം എന്ന് പറയും. അതുപോലെ ചെമ്പ്, താമ്പേ സെ ബനായ ഗയ ഏക് പാത്ര ഹേ ഹണ്ട. ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രമാണ് ഹണ്ട. हंडे को स्त्री का प्रतीक मानकर उसकी प्रतीक्षाओं और दुस्थिति का यथार्थ चित्रण करती है. ഇവിടെ കവയിത്രി ഹണ്ടയെ സ്ത്രീയുടെ ഒരു പ്രതീകമായിട്ട്, ഒരു സ്ത്രീയുടെ ഒരു സിമ്പലായിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് കണക്കാക്കിക്കൊണ്ട് അവളുടെ പ്രതീക്ഷകളെയും അവളുടെ ദുസ്ഥിതി, ഇന്നത്തെ ദുരവസ്ഥയെക്കുറിച്ചിട്ടുമാണ് യഥാർത്ഥമായ ചിത്രീകരണമാണ് ഈ കവിതയിൽ ചെയ്തിരിക്കുന്നത്. कविता देखिए. हंडा शब्द का अर्थ है तांबे का पात्र. कविता देखिए. एक पुराना और सुंदर हंडा भरा रहता जिसमें अनाज, कभी भरा जाता पानी, भरे थे इससे पहले सपने. कवित्री कहती है कि एक पुराना हंडा होता है और वह देखने में बहुत सुंदर है. भरा रहता उस जिसमें अनाज, उसमें कभी कभी अनाज भरा रहता है या कभी भरा जाता पानी, कभी पानी भरा जाता है. ചിലപ്പോൾ അനാജാണ്. അനാജ് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസ് ആണ് നിറച്ചിരിക്കുന്നത്. ചിലപ്പോൾ അതിൽ വെള്ളമായിരിക്കും. ഭരേത്തെ ഇസസെ പഹലെ സപ്നെ, ഇതിനേക്കാൾ മുമ്പേ ആ പാത്രത്തിൽ നിറച്ചിരിക്കുന്നത് സ്വപ്നങ്ങളായിരുന്നു. അതായത് കവിത്രി യഹാം ഹണ്ടേ സെ സ്ത്രീ കെ ജീവൻ കെ ബാരെ മേ ബതാത്തി ഹെ. കവിത്രി ഈ കവിതയിൽ ഹണ്ടയിലൂടെ സ്ത്രീയുടെ ജീവിതത്തെയാണ് സ്പർശിക്കുന്നത്. സ്ത്രീയുടെ ജീവിതത്തെപ്പറ്റിയാണ് നമ്മളോട് പറയുന്നത്. സ്ത്രീ കെ മന്മേം കൈ തരക്കി അഭിലാഷായി ഹോത്തി ഹെ. സ്ത്രീയുടെ മനസ്സിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും ഉണ്ടാകുന്നു. स्त्री अपने प्रारंभिक जीवन में या बचपन में कई सुंदर सपने देखती थी. आगे देखिए. वह हंडा एक युवती लाई अपने साथ दहेज में, देखती रही होगी रास्ते भर उसमें घर का दरवाज़ा. वह हंडा एक युवती लाई अपने साथ दहेज में. एक युवती अपने साथ हंडे में दहेज എന്ന് പറഞ്ഞാൽ ഡൗറി, സ്ത്രീധനം, ദഹേജ് ലേക്കർ ആയി. एक युवती अपने साथ हंडे में दहेज लेकर आई. देखती रही होगी रास्ते भर उसमें घर का दरवाज़ा. आते समय वह रास्ते भर देखती रही होगी कि उसमें इच्छाएं रखकर या उसे स्वीकार करने के लिए किसी घर का दरवाज़ा खुलेगा. लेकिन ऐसा नहीं हुआ. बचपन उसमें अटाटूट भरा था, भरे थे तारों से डूबे हुए दिन. बचपन എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ്. उसका बचपन कैसा था? उसका बचपन अनेक
അടാടൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്നാണ്, പൂർണ്ണമായിട്ടും. കൂടുതൽ ഇവിടെ എന്താണുള്ളത്? പ്രതീക്ഷകൾ, കൂടുതൽ പ്രതീക്ഷകൾ നിറഞ്ഞിരിക്കുന്നതായിരുന്നു. ഉസ്കാ ബച്പൻ അനേക പ്രതീക്ഷാവും സെ ഭരാ ഹുവാ താ. ഉസി പ്രകാർ ഭരേ थे तारों से डूबे हुए दिन. उसी प्रकार तारों से डूबे हुए दिन थे उसका बचपन. അർത്ഥാത് സുഖക്കെ ദിൻ थे. അതുപോലെ തന്നെ സുഖം നിറഞ്ഞതായ നിമിഷങ്ങളായിരുന്നു, ദിനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. യഹാം ആജ് കി സാമാജിക് ബുരായിയും കാ ചിത്രം കർത്തി ഹെ കവിത്രി. ഇവിടെ കവിത്രി ഇന്നത്തെ സാമൂഹ്യപരമായ തിന്മകളെ പറ്റിയാണ് ചിത്രീകരിക്കുന്നത്. ബുരായി എന്ന് പറഞ്ഞാൽ തിന്മ. വിവാഹ के अवसर पर लड़कियों को दहेज अनिवार्य हो जाता है. ഇന്നത്തെ കാലത്തിൽ വിവാഹത്തിൻ്റെ സമയത്ത് ലടുക്കികൾക്ക്, പെൺകുട്ടികൾക്ക് ദഹേജ്, സ്ത്രീധനം അനിവാര്യമായ ഒരു വസ്തുവായിട്ട് മാറുന്നു. യദി ദഹേജ് നഹീ ഹേ തോ ഉസ്കെ ലിയേ കോയി ദർവാസ നഹിം ഖുലേഗ. ദഹേജ് ഇല്ലെങ്കിലോ അവളെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരു വാതിലും തുറക്കുകയില്ല. कहने का तात्पर्य ही है कि दहेज प्रथा गरीब लड़कियों के जीवन में बाधा डालती है. कहने का तात्पर्य है പറയുന്നതിന് അർത്ഥമാണ്, അതായത് ദഹേജ് പ്രഥ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജീവിതത്തിലെ ഒരു തടസ്സമായിട്ട് മാറുകയാണ്. അഗലി പങ്ക്തിയാൻ ദേഖിയെ. നിഹിം രഹി യുവതി നിഹിം രഹേ താരോം സെ ഭരേ ദിൻ. बच नहीं सके उमंग से भरे सपने. हंडा है आज भी जीवित है उसमें. विवाह के बाद स्त्री का, युवती का जीवन कैसा है ये हमें देखना है. निहिम रही युवती, विवाह के बाद वह युवती उसी प्रकार इच्छाओं से भरी हुई निहिम रही. निहिम रहे तारों से भरे दिन. उसके दिन भी താരോം സെ ഭരേ ഹുവേ ദിൻ നെഹിം രഹേ. സ്വപ്നങ്ങൾ നിറഞ്ഞതായ സുഖ സന്തോഷങ്ങളോട് കൂടിയതായ ദിനങ്ങളും ആയിരുന്നില്ല. ബച്ച് നഹിം സകെ ഉമംഗ് സെ ഭരേ സപ്പിനെ. ഉസ്കെ ജീവൻ മേം ഉത്സാഹ് സെ, ഉമംഗ് എന്ന് പറഞ്ഞാൽ ഉത്സാഹ്, ഉത്സാഹ് സെ ഭരേ സപ്പിനെ ബി നെഹിം ബച്ച് രഹേ. हंडा है आज भी जीवित है उसमें. उसके सारे सपने टूट जाते हैं और जीवन में कई कठिनाइयों को झेलना पड़ती है स्त्री को. ജീവിതത്തിൽ പല ഡിഫിക്കൽട്ടീസിനെയും നേരിടേണ്ടി വരുന്നു. ഹണ്ട ഹേ ആജ് ബി, സ്ത്രീ ആജ് ബി ഹണ്ടേ കീ തരഹ് ജീവൻ ബിതാത്തി ഹെ. സ്ത്രീ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു? ഒരു ഹണ്ടേ പോലെ, ചെമ്പുപാത്രം പോലെ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. സസുരാൽ और मायके का जीवन बची है उसमें अभी जीने की गंध. बची है स्त्री की पुकार, दर्ज है उसमें किस तरह सहेजती रही वो घर. സസുരാൽ, സസുരാൽ എന്ന് പറഞ്ഞാൽ ഭർതൃഗൃഹം. സസുരാൽ അവർ മായ്ക്കേ, മായ്ക്കേ എന്ന് പറഞ്ഞാൽ മാംകേ യഹാം, അമ്മയുടെ വീട്, അമ്മയുടെ അടുത്ത്. സസുരാൽ में रहते समय और मायके यहाँ जीते समय वो कैसे जीवन बिताती है. ससुराल और मायके का जीवन बिताते समय उसमें जीने की गंध है. उसमें अभी बची है जीने की गंध, जीने की गंध बची है. और उसी प्रकार बची है स्त्री की पुकार, സ്ത്രീ की पुकार भी बची है. സ്ത്രീയുടെ വിളി, അതായത് സ്ത്രീയുടെ വാണി, ശബ്ദം, അതും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ उसका पति क्या देखता है, लेकिन पति क्या देखता है, दर्ज है उसमें किस तरह सहेजती रही वो घर. पति यह देखता है, यह दर्ज करता है. दर्ज करना എന്ന് പറഞ്ഞാൽ കുറിച്ചിടുക. यह देखता है, यह दर्ज करता है कि वो किस तरह घर संभालती है. അവൾ എങ്ങനെയാണ് വീട് നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് അവളുടെ പതി നോക്കുന്നത്.
विवाह के बाद स्त्री को पुरुष की इच्छाओं के अनुसार पुरुष के अन्यायों को और अत्याचारों को सहते हुए जीना पड़ता है. उसे विरोध करने का अधिकार नहीं है. अगली पंक्तियाँ देखिए. टूटे न कोई, बिखरे न कोई, बचे रह सके मासूम सपने, उसी उधेड़बन में सारे घर में लुढ़कता फिरता है हंडा. कवित्री कहती है, कवित्री ये सोचती है. क्या सोचती है? ടൂട്ടേ ന കോയി, ആരും തകരരുത്. ടൂട്ടിന എന്ന് പറഞ്ഞാൽ പൊട്ടുക എന്നാണ്. ആരും പൊട്ടരുത് എന്ന് വെച്ചാൽ തകർന്നു പോകരുത്. ബിഖരേ ന കോയി, അതുപോലെ തന്നെ ബിഖർന എന്ന് പറഞ്ഞാൽ ചിന്നി ചിതറുക. ആരും ചിന്നി ചിതറിക്കിടക്കരുത്, അതായത് തകർന്നു പോകാൻ പാടില്ല. ഹമേ കൈസേ രഹിനാ ഹേ, ഹമേ കൈസേ രഹിനെ കി ചേതാവനി ദേത്തി ഹേ. ഹമേ स्त्री, एक स्त्री, कोई भी स्त्री न टूटे और कोई भी न बिखरे. अपने मासूम सपनों को मन में बच रह सके. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അപ്പിനെ മാസൂം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ സ്വപ്നങ്ങൾ അവശേഷിച്ചുകൊണ്ട്, സ്വപ്നങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അവൾക്ക് ജീവിക്കാൻ സാധിക്കണം. इसी उधेड़बुन में सारे घर में लुढ़कता फिरता है हंडा. हंडा भी इसी उधेड़बुन में, उधेड़बुन എന്ന് പറഞ്ഞാൽ ചിന്ത या विचार. हंडा भी यही सोचता है, इसी विचार में है हंडा. सारे घर में लुढ़कता फिरता है हंडा. इसी चिंता में हंडा भी सारे घर में लुढ़कता फिरता है. अर्थात कहने का तात्पर्य ही है, പറഞ്ഞതിന് അർത്ഥം എന്താ? യുവതി में जीने की गंध है, जीने की इच्छा है. ജീവിതം ജീവിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീക്ക് ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ജീനേക്ക് ഗന്ധ് ഹെ, ജീവിക്കുന്നതിനുള്ള ഒരു ഗന്ധവുമുണ്ട് അവൾക്ക്. ലേക്കിൻ ഘർ में പുരുഷോं की सत्ता चलती है. ഈ പക്ഷേ വീട്ടിൽ പുരുഷന്മാരുടെ ആധിപത്യമാണ്. സത്ത എന്ന് പറഞ്ഞ അധികാരമാണ് അവിടെ നടക്കുന്നത്. പുരുഷോं का अधिकार है. कष्टों को और मुसीबतों को चुपचाप सहना स्त्री की नीति हो जाती है. ऐसे अवसर पर स्त्री क्या करती है? सभी कष्टों को, विषमताओं को या मुसीबतों को चुपचाप सहती है. അതാണ് സ്ത്രീയുടെ വിധി. ഇനി ഈ കവിതയിൽ കവിത്രി നമ്മളോട് തരുന്ന ഉപദേശമാണ് എന്താണെന്ന് നോക്കാം. ഇസ് കവിത में कवित्री युवतियों के सुंदर स्वप्नों को प्रस्तुत करती है. കവിത്രി ഈ കവിതയിൽ യുവതികളുടെ സുന്ദർ സ്വപ്നങ്ങളെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. साथ ही दहेज प्रथा के कारण युवतियों का दुख, विवाह के बाद स्त्रियों के प्रति होने वाले अन्याय और अत्याचार, स्त्री का मानसिक द्वंद्व आदि को भी इस कविता में मार्मिक ढंग से प्रस्तुत करती हैं. അതോടൊപ്പം തന്നെ കവയിത്രി ദഹേജ് പ്രഥാക്കെ കാരണം യുവതിയോം കാ ദുഃഖ്, ദഹേജ് പ്രഥ കാരണം യുവതികൾക്ക് നേരിടേണ്ടി വരുന്ന ദുഃഖങ്ങളും, പിന്നെ ഒന്ന് വിവാഹ് കെ ബാദ് സ്ത്രീയോം കെ പ്രതി ഹോനെ വാലെ അന്യായ ആർ അത്യാചാർ, വിവാഹത്തിന് ശേഷം സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നതായ അന്യായ് और അത്യാചാർ, അക്രമങ്ങൾ, അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതായ കുറേ പ്രയാസങ്ങൾ. സ്ത്രീക മാനസിക് ദ്വന്ദ്, പീഡനങ്ങളും അതുപോലെ തന്നെ സ്ത്രീയുടെ മാനസിക ദ്വന്ദ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ, മാനസികമായ സംഘർഷങ്ങൾ, അങ്ങനെ പരിതസ്ഥിതികളിലൂടെയാണ് സ്ത്രീ ജീവിച്ചു പോകുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഈ കവിതയിൽ കവിത്രി മർമ്മസ്പർശിയായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ കാലത്ത് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും നടന്നു വരുന്നത് നാം കേൾക്കുന്നതാണ്. ഈ കവിതയിൽ അതുകൊണ്ട് കവിത്രി നമ്മളോട് ഉപദേശം തരികയാണ്, സ്ത്രീ ശാക്തീകരണം നടത്തണം എന്ന്. ഇസ് കവിത में
കവയിത്രി സ്ത്രീ ശാക്തീകരൺ കി ജരൂരത്ത് പർ ജോർ ദേത്തെ ഹം. ഈ കവിതയിൽ കവയിത്രി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആവശ്യത്തിൽ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. കവയിത്രി നമ്മളോട് സ്ത്രീ ശക്തരാകാൻ വേണ്ടി ഉപദേശിക്കുന്നു. സമസാമയിക് സമസ്യവും കോ കവയിത്രി സഫലതാപൂർവക് ഇസ്മേം ചിത്രിത് കർത്തി ഹെ. സമസാമയിക് സമസ്യ എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസൻറ്റിലുള്ള സമസ്യകളെ, പ്രോബ്ലങ്ങളെ കവയിത്രി വിജയകരമായി ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നു.